Good morning, students. Next, we are going to do some problems using first fundamental theorem of calculus. The first fundamental theorem of calculus says that if small f is a continuous function on closed interval AB, then the function capital F defined by capital F of x is equal to integral a to x f of t dt, a less than or equal to x less than or equal to b, is differentiable on closed interval AB and f dash x is equal to small f of x. അപ്പം ഇത് ഈ രീതിയിൽ ഓർത്ത് വെക്കുക. നമ്മുടെ ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ആകുമ്പോഴാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ നമ്മൾ പറയുക സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് തന്നെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. Evaluate dy by dx for the following functions. Y is equal to integral 0 to x root of 1 plus t square dt. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ടി എന്നുള്ളത് നമ്മൾ റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഇപ്പം ഇൻ്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി എന്നുള്ള ഫോമിലാണ്. അപ്പം ഇതിനെ നമ്മൾ സം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ വിളിക്കുവാണെങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? സ്മോൾ എഫ് ഓഫ് എക്സ് ആണ് വരിക. ഓക്കെ, അതാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ തിയറം പറയുന്നത്, ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം പറയുന്നത്. സോ നമുക്ക് പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ. സോ യൂസിങ് ദാറ്റ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ ഡി ടി ദറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതാണ് നമുക്ക് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം പറയുന്നത്. എഫ് ഓഫ് എക്സ് ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം y ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു റൂട്ട് എക്സ് സൈൻ ടി സ്ക്വയർ ഡി ടി. അപ്പോൾ ഇവിടെ 0 ടു എക്സ് എന്നുള്ളതിന് പകരം 0 ടു റൂട്ട് എക്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റൂട്ട് എക്സിനെ സം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ റൂട്ട് എക്സിനെ സം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലത്തെ ഇങ്ങനെ എഴുതാം. y ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു യു സൈൻ ടി സ്ക്വയർ ഡി ടി. അവിടെ യു എന്ന് പറയുന്നത് റൂട്ട് എക്സ്. ഇപ്പം നമുക്ക് ആക്ച്വലി ഫണ്ടമെൻ്റൽ തിയറത്തിൽ ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് യു ആണ് ഇപ്പം ആയി വരിക. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഡി വൈ ബൈ ഡി യു കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്നും ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡി വൈ ബൈ ഡി യു ഇതിൽ ഡയറക്റ്റ്ലി നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി യു എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് യു ആണ്. എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് സൈൻ ടി സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് യു ഈസ് സൈൻ യു സ്ക്വയർ. സോ ഡി വൈ ബൈ ഡി യു ആണ് നമുക്ക് സൈൻ യു സ്ക്വയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കിട്ടേണ്ടത്. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അതാണ് ചെയിൻ റൂൾ വെച്ചിട്ട് നമുക്ക് ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതാണിത്, ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ ഇതിൽ ഡി യു ബൈ ഡി എക്സ് എന്താണെന്നുള്ളതും കൂടെ അറിയണം. ബട്ട് നമ്മളിവിടെ യു ആയിട്ട് എടുത്തിട്ടുള്ളത് റൂട്ട് എക്സ് ആണ്. സോ ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് എന്നുള്ളതായിട്ട് വരും. ഓക്കെ, ആ വാല്യൂം കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി യു നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് സൈൻ യു സ്ക്വയർ ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് എക്സ്. ഇപ്പോൾ ഇത് ടോട്ടൽ റിസൾട്ട് നമുക്ക് എക്സിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ വീണ്ടും നമ്മുടെ യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യു ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. അതിവിടെ കൊടുക്കുമ്പം സൈൻ ഓഫ് യു സ്ക്വയർ എന്നുള്ളത് സൈൻ എക്സ് എന്നായി മാറി. സോ ദ വാല്യൂ ഈസ് സൈൻ എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് എക്സ്. ഇനി അടുത്ത പ്രോബ്ലം നോക്കുവാണെങ്കിൽ തേർഡ് പ്രോബ്ലത്തിൽ ഇൻ്റഗ്രൽ 0 ടു ടാൻ എക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ടാൻ എക്സിനെ സം യു എന്ന് വിളിക്കണം. അകത്തുള്ള ഫംഗ്ഷനെ എഫ് ഓഫ് ടി എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ എഫ് ഓഫ് ടി ഈക്വൽ ടു 1/1 പ്ലസ് ടി സ്ക്വയർ ആൻഡ് നമ്മളുടെ ഇവിടുത്തെ യു ആയിട്ട് എടുക്കുന്നത് ടാൻ എക്സ് ആണ്. ഇനി ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിലാണ് നമുക്ക് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതിരിക്കുക 1 പ്ലസ് ടി സ്ക്വയർ 0 ആയാലാണ്. പക്ഷേ ടി സ്ക്വയർ ഒരിക്കലും -1 ആവില്ല. കാരണം ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആയിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും 0 ആവില്ല, ഡിനോമിനേറ്റർ 0 ആവില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെയാണ്. സോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിന് യു എന്ന് കൊടുത്തു, ടാൻ എക്സിന് യു എന്ന് കൊടുത്തു. നേരത്തെ ചെയ്തതുപോലെ ഡി വൈ ബൈ ഡി യു ആണ് നമുക്ക് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുക. ഡി വൈ ബൈ ഡി യു ഈസ് എഫ് ഓഫ് യു. അപ്പോൾ എഫ് ഓഫ് ടിയിൽ ടിക്ക് വരെ യു കൊടുത്തു കഴിഞ്ഞാൽ 1/1 പ്ലസ് യു സ്ക്വയർ എന്നായി. നൗ വി ക്യാൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് യൂസിങ് ദ ഫോർമുല ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അതിന് വേണ്ടിയിട്ട് ഡി യു ബൈ ഡി എക്സ് എന്താണെന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ന്യൂ ഈസ് ടാൻ എക്സ്. സോ ഡി വൈ ബൈ ഡി യു ബൈ ഡി എക്സ് ഈസ് സീക്ക് സ്ക്വയർ എക്സ്. ഇനി പറഞ്ഞ കാര്യങ്ങൾ ഈ രണ്ട് വാല്യൂസും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
അപ്പോൾ ആദ്യം dy by du നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1/1 plus u square ആൻഡ് du by dx ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച 6 square x. പക്ഷേ നമുക്ക് റിസൾട്ട് എക്സിലാണ് വേണ്ടത്. അപ്പോൾ യുവിന് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. u ഈക്വൽ ടു tan x ആണ്. അപ്പോൾ tan x കൊടുക്കുന്നു. അപ്പോൾ sec square x ഡിവൈഡ് ബൈ 1 plus tan square x. പക്ഷേ 1 plus tan square x എന്ന് പറയുന്നത് sec square x-ന് ഈക്വൽ ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയി മാറും. സോ ദ വാല്യൂ ഈസ് 1. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് y ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to x square cos t dt ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം എക്സ് സ്ക്വയർ ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, യു ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുന്നു. സോ ആ ഇൻ്റഗ്രൽ y ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to u cos t dt എന്നായി മാറി. ഇനി നേരത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെ ഇതിനെ എഫ് ഓഫ് ടി എന്ന് വിളിക്കുന്നു. ഇത് നമ്മുടെ യു ആണ്. അതുകൊണ്ട് തന്നെ dy by du എഫ് ഓഫ് യു എന്നുള്ള രീതിയിൽ ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു കോസ് യു എന്ന് കിട്ടി. ദെൻ du by dx കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നു. യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. ദെൻ ചെയിൻ റൂൾ വെച്ചിട്ട് നമ്മൾ dy by dx കാൽക്കുലേറ്റ് ചെയ്യുമ്പം കോസ് യു ഇൻറ്റു 2x എന്ന് വരും. യുവിന് വീണ്ടും എക്സ് സ്ക്വയർ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് express the solution of the following initial value problem as an integral. dy by dx is equal to sec x, y of 0 equal to 4. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഡെറിവേറ്റീവ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അതിന് ഇൻ്റഗ്രൽ ഇക്വേഷനാക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഇനീഷ്യൽ കണ്ടീഷനൊക്കെയുള്ള ഇൻ്റഗ്രൽ സൈൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇക്വേഷനാക്കി മാറ്റാണ് വേണ്ടത്. അപ്പം അതിനായിട്ട് നമുക്കിവിടെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ sec x എന്നുള്ളതിനെ ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു sec x. ദെൻ എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എക്സെപ്റ്റ് വെൻ എക്സ് ഈസ് നോൺ സീറോ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് π/2. π/2ൻ്റെ ഇൻറ്റിജർ മൾട്ടിപ്പിൾ അല്ലാത്ത എല്ലായിടത്തും നമുക്ക് y ഓഫ് 0 ഈക്വൽ ടു 4 എന്നുള്ളതാണ് തന്നിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ. ഇപ്പോൾ 0ൻ്റെ അടുത്താണ് നമുക്ക് ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ഡൊമൈൻ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചൂസ് സം പോയിന്റ് സം എക്സ് സോ ദാറ്റ് എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ പോയിന്റ് 0യും ആൻഡ് ഒരു ഇൻ്റർവെൽ നമ്മൾ ചൂസ് ചെയ്യുന്നു വിച്ച് നോട്ട് കണ്ടെയ്നിങ് π/2 അല്ലെങ്കിൽ π/2ൻ്റെ മൾട്ടിപ്പിൾസോ കണ്ടെയ്ൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഇൻ്റർവെൽ നമ്മൾ ചൂസ് ചെയ്യുന്നു. ആ ഇൻ്റർവെല്ലിലുള്ള സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവിനെയും ചൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ വിത്ത് ഇനീഷ്യൽ പോയിന്റ് 0 ആൻഡ് നോട്ട് കണ്ടെയ്നിങ് π/2 ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ഇൻ്റഗ്രൽ 0 to x എഫ് ഓഫ് ടി ഡി ടി. ഇൻ്റഗ്രൽ 0 to x ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് sec x ആണ്. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ sec t dt. സോ df by dx is equal to എഫ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു sec x. അപ്പോൾ സിൻസ് എഫ് ആൻഡ് വൈ ഹാസ് ദ സെയിം ഡെറിവേറ്റീവ്, ദീസ് ടു ഫംഗ്ഷൻസ് ഡിഫർ ബൈ എ കോൺസ്റ്റൻറ്റ്. എഫിൻ്റെ ഡെറിവേറ്റീവ് കണ്ടപ്പോഴും sec x ആണ് കിട്ടിയത്, വൈയുടെ ഡെറിവേറ്റീവും sec x ആണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് അവർ y ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to x. എഫിൻ്റെ വാല്യൂ പ്ലസ് സി എന്ന് വരും. എഫിൻ്റെ വാല്യൂ ഇത് ഇൻ്റഗ്രലിൻ്റെ ടേംസിൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ 0 to x sec t dt പ്ലസ് സി. അതാ ഇപ്പം നമ്മൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിച്ചു, ഇൻ്റഗ്രൽ ഇക്വേഷനാണ് ഇപ്പം കണ്ടുപിടിച്ചത്. ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി സി എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ, സി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്യാം. y ഓഫ് 0 ഈക്വൽ ടു 4 എന്നുള്ളതാണ് തന്നിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ y ഓഫ് 0 ഈക്വൽ ടു 4 ഇതിൽ കൊടുക്കുകയാണെങ്കിൽ 4 ഈക്വൽ ടു ഇവിടെ 0 to 0 എന്നായി മാറും. 0 to 0 sec t dt പ്ലസ് സി. 0 to 0 എന്ത് ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്താലും വാല്യൂ 0 തന്നെയാണ്. സോ സി ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി അതുകൂടി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം y ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to x sec t dt പ്ലസ് 4. ഇനി അടുത്തത് ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. അപ്പം നമ്മൾ അടുത്ത തിയറം കൂടി നോക്കുകയാണ്. ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് 2.
If small f is continuous at every point of closed interval ab, then integral a to b f of x dx is equal to f of b minus f of a. നമുക്ക് ഈ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന തിയറാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് 2. അപ്പം ഇതിൽ പറയുന്നത് ഈ സ്മോൾ എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എങ്കിൽ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ ഈ ഫോമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ഇൻറ്റഗ്രേഷനിൽ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ. അവിടെ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് എനി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ്, ദറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഈക്വൽ ടു സ്മോൾ എഫ് ആവുന്ന രീതിയിലുള്ള ഏത് ഫംഗ്ഷനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. Okay, let us define a function g on closed interval ab by g of x is equal to integral a to x f of t dt. ഈ രീതിയിൽ g എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു where a less than or equal to x less than or equal to b. Then നമുക്ക് ഫസ്റ്റ് പാർട്ട് ഓഫ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് ഡി ജി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണെന്ന് അറിയാം. അപ്പോൾ ഡി ജി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻറ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ദറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതാണ് ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം പറയുന്നത്. ദെൻ ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സും ആയിരിക്കും. എ ലെസ് താൻ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഈക്വൽ ടു ബി. ദസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എഫ് ആൻഡ് ജി ഹാവ് ദ സെയിം ഡെറിവേറ്റീവ്. എഫിനും ജിക്കും രണ്ടിനും സെയിം ഡെറിവേറ്റീവ് തന്നെയാണ്, ദറ്റ് ഈസ് സ്മോൾ എഫ് ഓഫ് എക്സ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഫംഗ്ഷൻ വാല്യൂസ് തമ്മിലൊരു കോൺസ്റ്റന്റിന്റെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് ഈക്വൽ ആയതുകൊണ്ട് ആ ഫംഗ്ഷൻസ് ഈക്വൽ ആവണമെന്നില്ല, ഫംഗ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് ക്യാപിറ്റൽ ജി ഓഫ് എക്സ് പ്ലസ് സി വെയർ സി ഈസ് സം കോൺസ്റ്റന്റ്. ദിസ് ഇസ് വാലിഡ് ഇൻ എ ലെസ് താൻ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഈക്വൽ ടു ബി. ഇനി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോമുല പ്രകാരം ജി ഓഫ് ബി പ്ലസ് സി മൈനസ് ജി ഓഫ് എ പ്ലസ് സി. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഈ ഡിഫറൻസ് കാണുമ്പം സി സി ക്യാൻസൽ ആവും. അപ്പോൾ ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ എന്ന് കിട്ടി. ഇനി ജിയുടെ ആക്ച്വൽ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി മൈനസ് ഇൻറ്റഗ്രൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻറ്റഗ്രൽ എ ടു എ എഫ് ഓഫ് ടി ഡി ടി ഈ രീതിയിലായി മാറി. ജിയുടെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. ആ ജിയുടെ ഡെഫിനിഷനിലാണ് നമ്മൾ ജി ഓഫ് ബിയും ജി ഓഫ് എയും എ ടു എക്സ് എന്നുള്ളതാണ് ജി ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ജി ഓഫ് ബി എന്ന് പറയുമ്പോൾ എക്സിന് പകരം ബി കൊടുക്കുന്നു, ജി ഓഫ് എ എന്ന് പറയുമ്പം എക്സിന് പകരം എ കൊടുക്കുന്നു, അങ്ങനെയുള്ളൂ. ബട്ട് ഈ രണ്ടാമത്തെ ഇൻറ്റഗ്രൽ നോക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ എ ടു എ ഓക്കെ ആ രീതിയിലുള്ള ഇൻറ്റഗ്രൽസിൻ്റെ വാല്യൂ 0 ആണെന്ന് നമ്മൾ മുൻപൊരു പ്രോപ്പർട്ടിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി എന്നായി മാറി. അപ്പം ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടിയുടെ വാല്യൂ ഇപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണെന്ന് കിട്ടി. അതാണ് നമുക്ക് ആക്ച്വലി സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറത്തിൽ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ആൻറ്റി ഡെറിവേറ്റീവ് കാണാനായിട്ട് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫൈൻഡ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എഫ്. Any antiderivative will do, so pick the simplest one you can. Calculate the number capital F of x between a to b, that is f of b minus f of a calculate ചെയ്യാൻ. Then integral a to b f of x dx is equal to capital F of x between b to a, അതായത് f of b minus f of a. ഇത് നമ്മൾ സാധാരണ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന അതേ സ്റ്റെപ്സ് തന്നെയാണ്. ഇനി അടുത്തത് ഇവാലുവേറ്റ് ദ ഫോളോവിങ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ്. ഇൻറ്റഗ്രൽ 0 to pi 1 plus cos x dx. അപ്പം ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഡി ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ 1 plus cos എക്സിൻ്റെ ഡി ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 plus cos x ആണ് കിട്ടുക. നമുക്കിവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ 1 plus cos x ആണ്. അപ്പോൾ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ആൻറ്റി ഡെറിവേറ്റീവ് നമ്മളൊരു ഗസ്സിൽ വേണം ചെയ്യാനായിട്ട്. ഏകദേശം ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതാണ് നമ്മളിവിടെ എഴുതുക. അപ്പോൾ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് സൈൻ എക്സ് ചെയ്യുമ്പോൾ 1 plus cos x കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്നുള്ളതാണ്. അപ്പം എക്സ് പ്ലസ് സൈൻ എക്സ് ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് 1 plus cos x. ദെർഫോർ ഇൻറ്റഗ്രൽ 0 to pi 1 plus cos x dx എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനെ സം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് പൈ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് 0. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് സൈൻ എക്സിൽ അതുപോലെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പൈ പ്ലസ് സൈൻ പൈ മൈനസ് 0 plus സൈൻ 0. അപ്പോൾ സൈൻ പൈയും സൈൻ 0 ഒക്കെ 0 ആണല്ലോ. അപ്പോൾ ആൻസർ കിട്ടുന്നത് പൈ എന്നാണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പ്രോബ്ലംസും കൂടി നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ 0 to 1 x square plus root x dx. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രൽ 0 to 1 x square plus root x dxൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് x square plus root x dx ആണ്. അപ്പം അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്, അതായത് അതിൻ്റെ ഇൻറ്റഗ്രൽ ഏകദേശം എന്ത് വരും എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ x³ by 3 plus x raised 3/2
ബൈ 3/2 എന്ന് വെച്ചുള്ളത് ചെയ്ത് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പം ഇത് നമുക്ക് ആ തന്നിട്ടുള്ള ഫംഗ്ഷനായ ഒന്ന് സിംപ്ലിഫൈ ചെയ്യും കൂടി വേണം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നിട്ടുള്ള ഫംഗ്ഷനായ x² + √x ആണെന്നുള്ളത് മനസ്സിലായി. സോ ദിസ് ഇൻറ്റഗ്രൽ